അടുത്തതും കൊള്ളാം. ആന്റണി ഐസക്, ലാൻസ് നായക്, 56 APO, ഡെറാഡൂൺ. ഭാര്യയെ കൊന്നു. ലളിതയെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. വാ, ഭക്ഷണം കഴിക്കാം. ആന്റണിയെ നീ അറിയും, ലളിതയെയും നീ അറിയും. ഈ സംഭവം മുഴുവൻ നിനക്കറിയാം. ഈ കഥയിൽ നിന്റെ റോൾ എന്താണ്? എന്തായി ചേട്ടൻ പറയുന്നത്? ഈ കഥയിലെ വില്ലൻ നീയല്ലേ? എന്തായി പറയുന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. കഥ എനിക്കും നിനക്കും അറിയാം. അറിയാത്തത് ഇവൾക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡെറാഡൂണിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ച ഒരു ആന്റണിയെ കുറിച്ച്? ഇതാണ് അയാൾ. ഇത് നമ്മുടെ രാഘവനല്ലേ? അതെ, രാഘവനും ആന്റണി ഒരാൾ തന്നെ. ആന്റണിയുടെ ഭാര്യ ലളിത. ആന്റണിയുടെയും നിയമത്തിന്റെയും മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണ്ണൂറുണ്ട് ആ കഥയിൽ. അത് ഇവനാണ്. ഇവനാണെന്ന് ലളിതയുടെ മുറിയിലുണ്ടായിരുന്നത്. ഞാനല്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലടാ. രാഘവൻ ഇപ്പൊ ഇവിടെ എത്തും. അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്കൊണ്ടോടാ? ഉണ്ടോടാ? വിടൂ, ഞാൻ പോകുന്നു. ഇല്ല, സത്യം പറയാൻ നിന്നെ ഞാൻ വിടില്ല. രാഘവനും ആന്റണി ഒരാളാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവനെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പൊ അത് തോന്നുന്നില്ല. ശിക്ഷ അർഹിക്കുന്നത് ഇവനാണ്. രാഘവൻ വന്നു. പശുവിനെ കണ്ടാൽ അവൻ കൊന്നവളെ. ബാബുട്ടാ, ഇവിടെ നടന്നൊന്നും രാഘവൻ അറിയരുത്. അശോക് വന്നതും അവൻ അറിയണ്ട. കുറെ കഴിഞ്ഞാൽ അവൻ ഉറങ്ങിക്കൊള്ളും. നമുക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അല്ലെങ്കിൽ അവനെല്ലാവരെയും കൊല്ലും. രാഘവനോ? വരൂ. പോവുകയാണല്ലേ? അതെ. എല്ലാവരും? അതെ രാഘവ, അസുഖമെല്ലാം ഭേദമായില്ലേ? ഇനി ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ എങ്ങനെയാ? അതുമല്ല, ഓഫീസിൽ നിന്ന് കത്തുണ്ടായിരുന്നു. അശോക് വന്നില്ല. അല്ല, വന്നിട്ട് പോയി. രാഘവൻ ഉറങ്ങിക്കൊള്ളൂ. നമുക്ക് ഇനിയും കാണാം.